റാണിപുരം ട്രെക്കിങ്ങിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് മേലെ എത്തിയപ്പോഴേക്കും ഒരു 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റും. അതായത് നമ്മുടെ ട്രീ ലൈൻ, അതായത് ഇനി അങ്ങോട്ട് മരങ്ങളൊന്നുമില്ല, ഇനി ഫുൾ അങ്ങോട്ട് മൊട്ടക്കുന്നുകൾ മാത്രമാണ്. ചെറുതായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. മിനി ഊട്ടി എന്നൊക്കെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഊട്ടി എന്നൊക്കെ റാണിപുരത്തിനെ വിശേഷിപ്പിക്കുന്ന ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നല്ല പുൽമേടുകൾ നിറഞ്ഞ കുന്നുകളാണ്. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ മെഡോസ് എന്ന് പറയും. അത്തരത്തിൽ രസകരമായ കാഴ്ചയാണ്. ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്രൗഡിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് ഒരുപക്ഷെ ഈ മുകളിലെത്തിയപ്പോൾ മാറിക്കിട്ടും. പിന്നീട് ഇവിടെ നമുക്ക് നല്ല 2 കയറ്റങ്ങൾ, 2 കുന്നുകൾ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ പോയിന്റ് ആയി. ഈ പച്ച നിറത്തിൽ കാണുന്ന കെട്ടിടമാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ചെക്ക് പോയിന്റ്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു മോരും അതുപോലെ തന്നെ സർബത്തൊക്കെ കിട്ടുന്ന ഒരു കട ഉണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം ഒരുപാട് യാത്രകളുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പും ദാഹവും ഉണ്ട്. കറക്റ്റ് സ്ഥലത്ത് തന്നെ അവർ ഈ ഷോപ്പ് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെ പെർമിഷൻ കിട്ടി ചെയ്താന്ന് അറിയില്ല. 2 ഗ്ലാസ് സംഭാരം ഒരു കേക്കും കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നടത്താൻ തുടർന്നു. കാലാവസ്ഥ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ കൊടൈക്കനാലും ഊട്ടിയിൽ പോയൊക്കെ ഒരു ഫീൽ, നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് പോകുന്ന വഴിയിൽ കുറച്ചും കൂടി ഇടുങ്ങിയതാണ്. അതിന്റെ മേലെ കുറേ ഒരു കാട് പോലത്തെ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ റാണിപുരത്തിന്റെ ടോപ്പ് പോയിന്റിൽ എത്താൻ പറ്റും. കാവേരി നദിയുടെ ഒറിജിനായ തലക്കാവേരിയിലോട്ട് പോകാൻ വഴിയുണ്ടെന്നൊക്കെ പറയുന്നു. ഏതായാലും അതിനുള്ള ഒരു റൂട്ടോ മാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഏതായാലും സമ്മിറ്റ് പോയിന്റിൽ എത്തി. സമ്മിറ്റ് എത്തിയപ്പോൾ ഒരുപാട് പേര് അവിടെ ഡാൻസ് കളിക്കുകയും സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര രസകരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു റാണിപുരം ട്രെക്കിംഗ് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. ക്രൗഡ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ റാണിപുരം ട്രെക്കിങ്ങിലെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. സാധാ ചെമ്പ്ര പീക്കൊക്കെ പോകുന്ന അതേപോലെ തന്നെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെക്കും കൂടിയാണ് റാണിപുരം ട്രെക്കിംഗ്. അരമണിക്കൂർ ഇതിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ച് നടക്കാനിറങ്ങി. നടന്നിറങ്ങുമ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങി. കയ്യിലുള്ള റെയിൻകോട്ട് കിട്ടുന്ന പതുക്കെ നടന്നിറങ്ങിയിട്ടോ. നമ്മൾ പോയതിനെക്കാട്ടും എളുപ്പത്തിൽ നടന്നു വരാനുള്ള എളുപ്പമാർഗ്ഗങ്ങളുണ്ട്. ശരിക്കും ഞങ്ങൾ ആ ഷോർട്ട് കട്ട് റൂട്ടൊക്കെ പിടിച്ചാണ് താഴെ എത്തിയത്. എനിക്കൊന്ന് ശരിക്കും 2.5 കിലോമീറ്റർ നടന്നിറങ്ങാനില്ല. എനിക്കൊന്നൊരു 1.5 കിലോമീറ്ററോളം നമുക്ക് താഴെ എത്താവുന്നതേ ഉള്ളൂ. ഒരു കാട്ടുപാതയുടെ പോയി കഴിഞ്ഞാൽ നമ്മൾ താഴെ ടിക്കറ്റ് എടുത്ത് ചെക്കിംഗ് പോയിന്റിലോട്ട് തന്നെ എത്തുന്നതാണ്. ചെക്കിംഗ് പോയിന്റിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു ഇക്കോ ഷോപ്പ് ഉണ്ട്. അവിടെ നമുക്ക് തേന്, അതുപോലെ തേയില, കൊടംപുളി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ചെറിയ ബോട്ടിൽ കോഫി പൗഡറും അതുപോലെ തന്നെ ഒരു കാപ്പിയും മേടിച്ചിട്ട് ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. പോകുന്ന വഴി തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ ഈ റാണിപുരം യാത്ര അവസാനിപ്പിച്ചത്.